ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള സംസ്ഥാന അമീർ ജനാബ് ടി ആരിഫ് അലി സാഹിബ് അവരുടെ മുസ്ലിമേതര സമൂഹങ്ങൾക്ക് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ആ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് പ്രബോധനം സ്വീകരിച്ച വഴി ശ്ലാഘനീയവും മാതൃകാപരവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ മുസ്ലിമേതര സമൂഹങ്ങളിൽപ്പെടുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള നിരവധി പേർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുതൽ അടുപ്പവും ബന്ധവും ഉണ്ടാകാൻ ഇടയാക്കിയ കാരണം. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ ശക്തമായി എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അവർക്ക് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. മറ്റു മുസ്ലിം സംഘടനകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു, മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യും, മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 2006 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളി ആരാണ്? പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ CPM-ന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി ആരാണെന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് ഒരുപക്ഷെ ഒരിക്കലും ഇല്ലാത്ത വിധമുള്ള മുന്നേറ്റം മലബാർ മേഖലയിൽ CPM നടത്തുന്നത്. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി തോക്കുന്നു, തിരൂരിൽ ടി മുഹമ്മദ് ബഷീർ തോക്കുന്നു, മങ്കടയിൽ മുനീർ തോക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി സമ്പൂർണ്ണമായി CPM-നൊപ്പം നടന്ന തെരഞ്ഞെടുപ്പ്. എന്ന് മാത്രമല്ല, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റിപ്പുറത്തൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ, ബഹുജന സംഘടനകൾ പ്രചാരണത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച KT ജലീൽ, കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് വിജയിച്ചു വന്ന KT ജലീൽ ആദ്യം പോകുന്നത് കോഴിക്കോട് മാവൂർ റോഡിലെ ഹിറ സെൻ്ററിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണാനാണ്.